നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അർജുൻ ആയങ്കിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. പോലീസിനെ ഭീഷണിപ്പെടുത്തിയ കേസിലാണ് അർജുൻ ആയങ്കിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കോതമംഗലം മജിസ്ട്രേറ്റിന് മുന്നിൽ കഴിഞ്ഞ ദിവസം രാത്രിയോടെ അർജുൻ ആയങ്കിയെ ഹാജരാക്കിയിരുന്നു. ശേഷമാണ് റിമാൻഡിലായത്. പ്രത്യേകിച്ച് വൈറ്റ് ഷർട്ടൊക്കെ ധരിച്ച് പോലീസിനൊപ്പം കൂളായി നടന്നു വരുന്ന അർജുൻ ആയങ്കിയുടെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. വക്കീലിനോടൊപ്പം സംസാരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം അർജുൻ ആയങ്കിക്ക് ഫാൻസ് വീണ്ടും വർദ്ധിക്കുകയാണെന്ന തരത്തിലാണ് കമൻറ്റ് ബോക്സിലൊക്കെ ഈ ആൾക്കാരുടെ കമൻറ്റുകൾ കുറിക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് കോടതിയിൽ ഹാജരാക്കിയത്. വെള്ള ഷർട്ടിട്ട് വക്കീലിനോടൊപ്പം കൂളായി സംസാരിച്ചു വരുന്ന അർജുൻ ആയങ്കിയൊക്കെ നമ്മൾ ദൃശ്യങ്ങൾ കാണാവുന്നതാണ്. മാത്രമല്ല, ഇത്തരത്തിൽ വീരാരാധന നടത്തുന്നവർക്കെതിരെ വലിയ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുമെന്ന പോലീസിൻ്റെ ഒരു മുന്നറിയിപ്പൊക്കെ ഒരു വശത്ത് നിൽക്കവെയാണ് അർജുൻ ആയങ്കിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമൻറ്റുകൾ നിറയുന്നത്. ആ ഒരു ഓറ പോയിട്ടില്ല, റോക്കി ഭായി എന്ന രീതിയിലുള്ള തരത്തിലുള്ള കമൻറ്റുകളാണ് നിരത്തുന്നത് കമൻറ്റ് ബോക്സുകളിൽ. മറ്റു ചിലർ ചോദിക്കുന്നത്, ഇത്രയൊക്കെ പെരുപ്പിക്കാൻ ഇവൻ്റെ പേരിലുള്ള കേസ് എന്താണ്? ഭീഷണിപ്പെടുത്തലൊക്കെ ഇത്ര വലിയ കുറ്റവാളിയാകുമോ എന്നതടക്കമുള്ള കമൻറ്റുകളൊക്കെ നിറയുന്നുണ്ട്. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ ഇൻസ്പെക്ടർമാരെ ഭീഷണിപ്പെടുത്തുകയും വെല്ലുവിളിക്കുകയും ചെയ്ത കേസുകളിൽ ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കിയെ കുട്ടമ്പുഴ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ്. ഈ കേസുകളുടെ അന്വേഷണ ചുമതല നിലവിൽ കുട്ടമ്പുഴ പോലീസിനാണ് ഉള്ളത്. കുട്ടമ്പുഴ പോലീസ് തലശ്ശേരി സബ് ജയിലിലെത്തി പ്രൊഡക്ഷൻ വാറണ്ട് ഹാജരാക്കി ആയങ്കി ഏറ്റെടുത്ത് എറണാകുളത്തേക്ക് കൊണ്ടുപോയി. ഇനി 2 കേസുകളിലും കൂടി നിർണായക തെളിവെടുപ്പ് നടത്തേണ്ടതായിട്ടുണ്ട്. നേരത്തെ ഒളിവിലായിരുന്ന ആയങ്കിയെ തളിപ്പറമ്പിലെ അപ്പാർട്ട്മെന്റിൽ നിന്നാണ് കണ്ണൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ആഭ്യന്തരമന്ത്രിക്കെതിരെ അധിക്ഷേപകരമായ പരാമർശങ്ങളും ഭീഷണിയും ഉയർത്തിയെന്ന പരാതിയിലായിരുന്നു അറസ്റ്റ്. തുടർന്ന് തലശ്ശേരി കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പിന്നാലെ ഈ കേസിൽ തെളിവെടുപ്പിന് മറ്റുമായി ആയങ്കിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ഇത് അവസാനിച്ചതോടെയാണ് എറണാകുളം ജില്ലയിലെ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളിൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. കോതമംഗലം ഇൻസ്പെക്ടറെ ഭീഷണിപ്പെടുത്തിയ കേസിൽ ആയങ്കിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ഗുരുതരമായ കേസ് ആണിതെന്നായിരുന്നു ചൂണ്ടിക്കാട്ടിയാണ് കോടതി നടപടി സ്വീകരിച്ചത്. സുഹൃത്തിന്റെ വിവാഹത്തിന് വന്ന തങ്ങളെയും കൂട്ടരെയും കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്യുകയും 21 ദിവസം ജയിലിൽ അടയ്ക്കുകയും ചെയ്തുവെന്ന് കാട്ടിയായിരുന്നു അർജുൻ ആയങ്കി ഭീഷണി മുഴക്കിയത്. ഈ കേസ് അന്വേഷിക്കുന്ന ഊന്നുകൽ ഇൻസ്പെക്ടറെ സമൂഹ മാധ്യമങ്ങൾ വഴി വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിനാണ് മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തത്. ഇതിനു പുറമെ മുഖ്യമന്ത്രിക്കെതിരെ സമൂഹ മാധ്യമങ്ങൾ അധിക്ഷേപം നടത്തിയ സംഭവത്തിൽ എറണാകുളം റൂറൽ സൈബർ പോലീസും അർജുൻ ആയങ്കിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതേസമയം അർജുൻ ആയങ്കി വിഷയത്തിൽ നിർണായകമായ പ്രതികരണവുമായി സാമൂഹ്യ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. എത്രയായെങ്കിലും ആയങ്കി ഇപ്പോൾ ജയിലിലായിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പിന്നിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ശരിയായിട്ടൊരു ബോധ്യം ഉണ്ടാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ആയങ്കി പ്രതികരിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് തോന്നുന്നു. പോലീസിനെ വളരെയധികം വെള്ളം കുടിപ്പിച്ച ശേഷമാണ് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. കേരളം വിട്ടുപോയിട്ടുണ്ടെന്നൊക്കെയായിരുന്നു പ്രചാരണം. കേരളത്തിന് വെളിയിലേക്ക് പോലീസ് പോകാൻ തയ്യാറെടുക്കുന്നു. അപ്പം എന്തുകൊണ്ട് കേരള പോലീസിന് ഒരു 12 മണിക്കൂറത്തെ ഒരു കാത്തിരിപ്പ് വേണ്ടി വന്നു ഇദ്ദേഹത്തെ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടും കണ്ണൂരിൽ തന്നെ ഉണ്ടായിട്ടും അറസ്റ്റ് ചെയ്യാൻ? എന്ന് പറഞ്ഞാൽ CPM എന്ന് പറയുന്ന കക്ഷിയുടെ മാസ് ബേസും അതിൻ്റെ ക്രിമിനൽ ബേസും പോയിട്ടില്ല എന്നുള്ളതാണ്. അർജുൻ ആയങ്കി പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ടായി ആയങ്കിമാരെ പോലെയുള്ള ആൾക്കാർക്ക് ഇവിടെ നടക്കാമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം പപ്പു യാദവിനെ പോലെയുള്ള ആൾക്കാർക്ക് ബീഹാറിൽ നടക്കാവുന്നതുപോലെ, സഞ്ജയ് സിംഗ് എന്ന് പറയുന്ന പോലെ ഗുണ്ടകൾക്ക് പണ്ട് ഉത്തർപ്രദേശിൽ നടക്കാവുന്നതുപോലെ സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ട്. പാർട്ടി അവരെ സംരക്ഷിക്കാനുണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഇത് പറയുമ്പോൾ പാർട്ടിയിലെ എല്ലാ നേതാക്കളും പൂർണ്ണമായിട്ട് ഉണ്ട് എന്നൊരു ധാരണ വേണ്ട. പാർട്ടിയിൽ തന്നെ നെടുകെ ഒരു പിളർപ്പുണ്ട് എന്നുള്ള ഒരു സൂചനയും ഇത് നൽകുന്നുണ്ട്. ഉദാഹരണമായി നോക്കൂ, കണ്ണൂരിലെ 3 ജയരാജന്മാരാണ് ഈ പാർട്ടിയെ നയിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ പ്രബലമായിട്ടുള്ള മാസ് ബേസും പാർട്ടി ഗ്രാമങ്ങളും ഉള്ളത് കണ്ണൂരിൻ്റെ മണ്ണിൽ തന്നെയാണ്, സംശയമൊന്നുമില്ല. ഇതുണ്ടായതും കണ്ണൂരിൽ തന്നെയാണ്. കണ്ണൂരിലെ പിണറായി പാറപ്പുറത്ത് P. കൃഷ്ണപിള്ളയും കൂട്ടരും ചേർന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപവൽക്കരിക്കുമ്പോൾ അവരൊരിക്കലും വിചാരിച്ചിരിക്കുകയില്ല, അവരുടെ വിദൂരമായ സ്വപ്നങ്ങളിൽ പോലും ഈ പാർട്ടി ഇങ്ങനെ ഗുണ്ടകളുടെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്നു. ഗുണ്ടകളുടെ കയ്യിലായ പാർട്ടി എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഗുണ്ടകളുടെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന
പാർട്ടിയുടെ എതിരാളികളെ, ശത്രുക്കളെ ഉന്മൂലനാശനം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒന്നായിട്ട് പരുവപ്പെടുന്നു. കണ്ണൂരിൽ തന്നെ ആ വിപര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ താത്വിക ആചാര്യനായ സൈദ്ധാന്തികനായ EMS പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, RSSുമായിട്ടുള്ള സംഘടനത്തിൻ്റെ കാര്യത്തിൽ RSSകാരെ കൊലപാതകം മൂലം തീർക്കാമെന്ന് ഞങ്ങൾ കരുതുന്നില്ല, അതുപോലെ തന്നെ ഞങ്ങളെ ഉന്മൂലനം ചെയ്യാം എന്ന് അവരും കരുതേണ്ടതില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉന്മൂലനാശന സിദ്ധാന്തം എന്ന് പറയുന്നത് തന്നെ വർഗ വൈരുദ്ധ്യത്തിൻ്റെ ഒരു ആഖ്യാനമാണ്. അതായത് ക്ലാസ് ഇൻട്രസ്റ്റ് എപ്പോഴും സമൂഹത്തിലെ മുതലാളി വിഭാഗത്തിന് അല്ലെങ്കിൽ ബൂർഷ്വാസി വിഭാഗത്തിനുണ്ടാവും. തൊഴിലാളി വർഗത്തിൻ്റെ താല്പര്യങ്ങളെന്ന് പറയുന്നത് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കുന്നു. EMS എപ്പോഴും പറയാവുന്ന പോലെ തൊഴിലാളി, കർഷക, നാമമാത്ര കർഷകാദി ബഹുജനങ്ങൾ, അവർക്ക് വേണ്ടിയാണ് പാർട്ടി നിലകൊള്ളുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്നത് അങ്ങനെയല്ല. പാർട്ടിയുടെ ശത്രുക്കളെ കത്തി കൊണ്ടും ബോംബ് കൊണ്ടും തോക്കുകൊണ്ടും കൊല്ലുന്ന ആൾക്കാരും ഈ പാർട്ടിയുടെ ഭാഗമാണ്. അവർക്ക് തത്വശാസ്ത്രങ്ങളെക്കുറിച്ചോ പാർട്ടി ആദർശങ്ങളെക്കുറിച്ചോ പാർട്ടി കോൺഗ്രസ്സിലെയോ പ്ലീനത്തിലെയോ തീരുമാനങ്ങളെക്കുറിച്ചോ യാതൊരു വിവരമില്ല. അവരുടെ ആയുധം എന്ന് പറയുന്നത് ആശയമല്ല, മറിച്ച് ആയുധമാണ്. ഞാൻ ഈ പറഞ്ഞ ആയുധങ്ങളൊക്കെ തന്നെ അത് വെച്ച് കോൺഗ്രസ്സുകാരെ നേരിടണം എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ ഈ പാർട്ടിയിലുണ്ടെന്ന് പറഞ്ഞാൽ വളരെയധികം സ്റ്റഡി ക്ലാസ്സുകളും ഒക്കെ വെച്ച് പ്രവർത്തിക്കുന്ന ഈ ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഇതിപ്പരം ഒരു നാണക്കേടില്ല. ഇപ്പോൾ നമ്മൾ പറയുന്ന നക്സലൈറ്റുകൾ ആയുധം ഉപയോഗിക്കുന്നില്ലെന്ന്, അവരുടെ ഒരു സിദ്ധാന്തമാണത്. ആയുധം കൊണ്ട് മാത്രമേ വർഗസമരം മുന്നോട്ട് നയിക്കാൻ പറ്റൂ എന്നുള്ളത്. പക്ഷേ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിച്ചിരിക്കുന്ന ഇവിടുത്തെ ജനാധിപത്യത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തക്ക അവസരം വരുമ്പോൾ ഇവിടെ ജനാധിപത്യ വിപ്ലവം ഉണ്ടാക്കണം. അവസരം വരുമ്പോഴാണ്, ഇപ്പോഴല്ല. എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ശത്രുക്കളെ കൊല്ലുന്നതുമായിട്ട് ഇതൊരു ബന്ധവുമില്ല. ക്ലാസ് വാറാണ്, രണ്ട് വർഗ്ഗങ്ങൾ തമ്മിലുള്ള, അതാണല്ലോ വർഗസമര സിദ്ധാന്തം എന്ന് പറയുന്നത്. ആ രണ്ട് ക്ലാസ്സുകൾ തമ്മിലുള്ള സ്ട്രഗിൾ അതെപ്പോഴും സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഈ കാര്യങ്ങളെപ്പറ്റിയൊന്നും യാതൊരു പിടിയുമില്ലാത്ത ഉള്ള ഗുണ്ടകൾ അതിനകത്ത് കയറിയിരുന്ന് വാചാലതയും വാചകമടിയും അവരുടെ വാചക ഭംഗിയും കൊണ്ട് നിലനിൽക്കുന്നു. പല ഒന്നാന്തരം മുദ്രാവാക്യങ്ങൾ എഴുതും. ആകാശ് തില്ലങ്കേരി ആയാലും ശരി, അർജുൻ ആയെങ്കി ആയാലും ശരി, അവർ ഒന്നാന്തരം മുദ്രാവാക്യങ്ങൾ എഴുതും. അങ്ങനെയാണ് കണ്ണൂരിൽ ഈ PJ ആർമി എന്നൊരു പ്രസ്ഥാനം തന്നെ രൂപപ്പെട്ടത്. PJ ആർമി പാർട്ടിയുടെ ആർമി അല്ല, ഒരു വ്യക്തിയുടെ ആർമി. അവരുടെ ആശയവുമായിട്ടോ വർഗസമര സിദ്ധാന്തവുമായിട്ടോ സമരസപ്പെട്ടു പോകുന്ന ഒന്നല്ല ഇത്.